നമസ്കാരം. നമ്മുടെ ഇന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ വളരെ പ്രസക്തി അർഹിക്കുന്ന ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ള വീഡിയോ കഴിഞ്ഞ ദിവസം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു വാർത്താ ചാനലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതേ വിഷയത്തെപ്പറ്റി കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഞാനും ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇന്നിപ്പോൾ പല തലമുറകളെയും വിശേഷിപ്പിക്കാൻ പ്രത്യേക പേരുകളൊക്കെ വന്നിട്ടുണ്ട് അല്ലേ. കുറേയൊക്കെ നമുക്കറിയാം, കുറേയൊന്നും നമുക്കറിയില്ല. ജെൻസിക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ ഒരു ലോകം വേറെ അവർക്കുണ്ട്. അവർക്ക് പ്രത്യേക സംസ്കാരമുണ്ട്, അവർക്ക് പ്രത്യേക ഭാഷയുമുണ്ട്. ഈ ഭാഷയൊന്നും നമുക്ക് വശമില്ല കേട്ടോ. ഇവർ ഉപയോഗിക്കുന്ന വാക്കുകളൊന്നും നമുക്ക് കേട്ടിട്ടൊന്നും മനസ്സിലാകുന്നില്ല. അതിനെപ്പറ്റിയല്ല ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഈ 1981 മുതൽ 1996 വരെ കാലഘട്ടത്തിൽ ജനിച്ച മനുഷ്യരെ പറയുന്നത് മില്ലനിയൽസ് എന്നാണ്. അതുപോലെ 1997 മുതൽ 2012 വരെയൊക്കെ ജനിച്ച ആളുകളെ, ആ കുട്ടികളെ പറയുന്നത് ജെൻസി എന്നാണ്. അപ്പൊ ഈ മില്ലനിയൽസ് കാറ്റഗറിയിൽ വരുന്ന ആളുകൾ അവരുടെ ഇപ്പൊ 30കളിലും 40കളിലും ഒക്കെയാണ്. ജെൻസി എന്ന് പറയുന്നത് അവരിപ്പോൾ അവരുടെ 10കളിലോ 20കളിലോ ഒക്കെ ആയിരിക്കും. പക്ഷേ മില്ലനിയൽസിന് ഈ ജെൻസിയെ അപേക്ഷിച്ച് വളരെയധികം യൗവനമുള്ളതായി കാണപ്പെടുന്നു. അവർക്ക് നല്ല ചർമ്മമുണ്ട്, അവർ കുറെ കൂടി എനർജറ്റിക് ആണ്. ഈ യങ് ജനറേഷനെ അപേക്ഷിച്ച് കുറച്ചുകൂടി എനർജറ്റിക് ആയിട്ട് അവർ കാണപ്പെടുന്നു. അപ്പോൾ ആ ഒരു വിഷയം പല ചർച്ചകളായിട്ടും പഠനങ്ങളായിട്ടും ഗവേഷണങ്ങളായിട്ടും സർവേകളായിട്ടും ഒക്കെ പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമുക്കിന്നൊന്ന് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളത് ചുറ്റും വെറുതെ കണ്ണോടിച്ചാൽ തന്നെ മനസ്സിലാകും. 30കളിലും 40കളിലും ഒക്കെയുള്ള മനുഷ്യര് ഈ ചെറിയ കുട്ടികളെക്കാളും 19, 20, 22 വയസ്സുള്ള കുട്ടികളെക്കാളും കുറച്ചും കൂടി ആക്റ്റീവായിട്ടാണ് ഇരിക്കുന്നത്. അവർക്ക് ജീവിതത്തെ കുറച്ചുകൂടി കളർഫുൾ ആയിട്ട് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. കുറച്ചുകൂടി അവർക്ക് ജീവിതം ആസ്വദിക്കാനുള്ള തീക്ഷ്ണതയുണ്ട്. യാത്രകൾ പോകാനാണെങ്കിലും, ചെറിയ ചെറിയ നിമിഷങ്ങൾ ആസ്വദിക്കാനാണെങ്കിലും, രുചിയുള്ള ഭക്ഷണം ആസ്വദിക്കാനാണെങ്കിലും, ചിട്ടയുള്ള ജീവിതക്രമം പാലിക്കാനൊക്കെ ആണെങ്കിലും പല കാര്യങ്ങളിലും ഈ ജെൻസിയെ അപേക്ഷിച്ച് മില്ലനിയൽസ് മുന്നിലാണെന്ന് നമുക്ക് കാണാം. ഈ ജെൻസിയിൽപ്പെട്ട കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർ ഈ ഡിജിറ്റൽ യുഗത്തിന്റെ തുടക്കത്തിൽ പിറന്നുപോയി, അതിൽ ജീവിച്ചു പോയി. അവരുടെ വിരൽത്തുമ്പിലെല്ലാം അവർക്ക് കിട്ടി. ജീവിതം കുറച്ചുകൂടി ഈസി ആയിട്ട് അവർക്ക് അനുഭവപ്പെട്ടു. കുറേയും കൂടി ജങ്ക് ഫുഡ് വളരെ എളുപ്പത്തിൽ അവർക്ക് കഴിക്കാൻ പറ്റി. കുറേ രാസപദാർത്ഥങ്ങൾ വളരെ ചെറുപ്പത്തിൽ തന്നെ അവരുടെ സ്കിന്നിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റി. ഇതിൻ്റെയൊക്കെ പരിണിത ഫലമായിട്ട് എന്തായിപ്പോയി, അവരുടെ സ്കിന്നൊക്കെ വളരെ ചെറുപ്പത്തിലെ ഡള്ളാകുന്നു. കൂടുതൽ ആളുകൾ കണ്ണട വയ്ക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. സൂര്യപ്രകാശം കിട്ടേണ്ട സമയത്ത് അത് കിട്ടാത്തതിന്റെ ബുദ്ധിമുട്ടുകൾ, വൈറ്റമിൻ ഡിയുടെ കുറവൊക്കെ പലരിലും, അധികം കുട്ടികളിലും ഇന്ന് കാണപ്പെടുന്നു. അതിരാവിലെയുള്ള സൂര്യപ്രകാശം ഏൽക്കുന്ന എത്ര കുട്ടികൾ ഈ ജെൻസിയിൽപ്പെട്ടവരുണ്ട്? ഇപ്പോൾ 10കളിലും 20കളിലും ഒക്കെ ജീവിക്കുന്ന കുട്ടികളിൽ എത്ര പേർ അതിരാവിലെ ഉണരുന്നുണ്ട്? എത്ര പേർക്ക് ചിട്ടയായിട്ടുള്ള ജീവിതക്രമമുണ്ട്? അവർ ഫോൺ ഉപയോഗിക്കുന്നതിന് ടൈമില്ല, അവരുടെ ഉറക്കത്തിന് ടൈമില്ല. ചിലർ പകല് ഉറങ്ങിയിട്ട് രാത്രി ഉണർന്നിരിക്കുന്നു. അതായത് പ്രകൃതിയുടെ സ്വഭാവത്തിന് വിപരീതമായി ജീവിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു അല്ലെ. അതേസമയം മില്ലനിയൽസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല ഒരു അടിത്തറ കിട്ടിയിട്ടുണ്ട്. വളരെ നന്മയുള്ള, നല്ല വൃത്തിയുള്ള ഒരു കാലഘട്ടത്തിൽ അവരുടെ ആദ്യ വർഷങ്ങൾ, അവരുടെ നല്ല വർഷങ്ങൾ അവർക്ക് ചെലവഴിക്കാൻ കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് നല്ലൊരു അടിത്തറ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ചിട്ടകൾ, അവർക്ക് അവരുടേതായിട്ടുള്ള ചിട്ടകളും ജീവിത രീതിയും ഭക്ഷണക്രമങ്ങളും എല്ലാം ഉണ്ട്. നമ്മുടെ കാലത്ത് നമ്മളാരും ഒരുപാട് കെമിക്കലൊന്നും മുഖത്തോ ശരീരത്തോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അങ്ങേയറ്റം പോയാൽ ഒരു ലൈഫ് ബോയുടെ, ഒരു ലെക്സിൻ്റെയോ സോപ്പ് തേച്ച് കുളിക്കും, ഒരു ക്യൂട്ടിക്കൂറ പൗഡറോ ഒരു പോൺസിൻ്റെ പൗഡറോ കാണും, എണ്ണ തേച്ച് കുളിക്കുക, മുടിയൊക്കെ ചീകി ഒതുക്കുക, പുരുഷന്മാരാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് ഷേവ് ചെയ്യുക. എന്നിട്ട് പുറത്തിറങ്ങുമ്പോൾ ആ വൃത്തിയുള്ള ഒരു രൂപമാണ് എല്ലാവരെയും ആകർഷിക്കുന്നതായിട്ട് കാണപ്പെട്ടിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ കുട്ടികളുടെ ആ ട്രെൻഡ് മാറി. ഒരു 3-4 ദിവസം കൊണ്ട് കുളിയും നനയും ഇല്ല എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ അവർ മനഃപൂർവ്വം പുറത്തേക്ക് ഇറങ്ങുന്നു. അതായിപ്പോയി ട്രെൻഡ്. നമ്മളൊക്കെ നമ്മളുടെ ശരീരത്തിന് കൃത്യമായിട്ട് ഇണങ്ങുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഫിറ്റ് ആയിട്ടിരിക്കുന്ന ഡ്രസ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇപ്പോൾ കുട്ടികൾ അവരെക്കാളും എക്സ്ട്രാ സൈസിലുള്ള ഡ്രസ്സുകൾ ഇടുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും എടുത്ത് പരിശോധിച്ചാലും പണ്ട് 40കളിൽ ഒരാൾ ചെയ്തിരുന്ന കാര്യം 20കളിലെ ഇപ്പോഴത്തെ കുട്ടികൾ തുടങ്ങുകയാണ്. അവരുടെ പ്രായത്തിനേക്കാൾ ഒരുപാട് പക്വത അവർ വരുത്തുന്നു, മനഃപൂർവ്വം വരുത്താൻ ശ്രമിക്കുന്നു. പ്രായത്തിനപ്പുറമുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു, സെർച്ചുകൾ വരുന്നു. അവരതൊക്കെ നേരത്തെ അനുഭവിക്കാനും ആസ്വദിക്കാനും ആഘോഷിക്കാനും തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് വളരെ നേരത്തെ പക്വത കൈവരുന്നതായിട്ട് അവർ നടിക്കേണ്ടിയെങ്കിലും വരുന്നു. പക്ഷെ നമ്മളൊക്കെ കൃത്യമായിട്ട് അതാത് പ്രായങ്ങളിൽ കിട്ടേണ്ടത് കിട്ടി വന്നതുകൊണ്ട് നമ്മൾ ഈ ഒരു 30കളിലും 40കളിലും എത്തുമ്പോഴും നമുക്ക് ആ നല്ല ഒരു അടിത്തറ ഉള്ളത് കൊണ്ട് ജീവിതം കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നുന്നു, അല്ലെങ്കിൽ കളർഫുൾ ആയിട്ട് തോന്നുന്നു, കുറച്ചുകൂടി എൻജോയ് ചെയ്യാൻ പറ്റുന്നു, നമുക്ക് ആക്റ്റീവായിട്ടിരിക്കാൻ പറ്റുന്നു. പക്ഷേ നമ്മുടെ നിർഭാഗ്യവശാൽ നമ്മുടെ ജെൻസിയിൽപ്പെട്ട കുട്ടികൾ എല്ലാവരും തന്നെ ഈ പറഞ്ഞ പോലെ ഭക്ഷണ രീതി ആണെങ്കിലും ഡിജിറ്റൽ യുഗത്തിന്റെ പ്രത്യാഘാതങ്ങളായിട്ടാണെങ്കിലും വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. കുറേ നേട്ടങ്ങൾ ഈ കാലത്തിനുണ്ടെന്ന് പറയുമ്പോഴും ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, ഒരു സാമൂഹ്യ ജീവി അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു ജീവി എന്നുള്ള നിലയിൽ കിട്ടേണ്ടതായിട്ടുള്ള
കൃത്യമായിട്ടും നിർബന്ധമായിട്ടും കിട്ടേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും ജൻസിയിൽപ്പെട്ട കുട്ടികൾക്ക് കിട്ടുന്നില്ല. അത് അവരുടെ കുറ്റമല്ല, കുറേയേറെയൊക്കെ അവരുടെ മാതാപിതാക്കളായിട്ടുള്ള ആളുകളുടെയും സമൂഹത്തിന്റെ മാറ്റത്തിന്റെയും കാലത്തിന്റെ മാറ്റത്തിന്റെയും ഒക്കെ തന്നെ കാരണമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് പണ്ടൊക്കെ ഒരു ജംഗ്ഷനിൽ ഒരു ബേക്കറി ചിലപ്പോൾ ഉണ്ടെങ്കിലായി, അല്ലെങ്കിൽ കിലോമീറ്ററുകൾ പോകണം ഒരു ബേക്കറി കാണണമെങ്കിൽ. നമ്മളൊക്കെ എല്ലാ ദിവസവും ബേക്കറി സാധനങ്ങളൊന്നും കഴിച്ച് വളർന്നവരല്ല. എപ്പോഴെങ്കിലും ഒരാഗ്രഹം തോന്നിയോ നമ്മയോട് പറയാമെങ്കിൽ അമ്മ എന്താ പറയുന്നത്? അവിടെ കപ്പ ഒഴുങ്ങി വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ എടുത്ത് കഴിച്ചുകൊണ്ടുള്ളത് തിന്നിട്ട് കേടാ, വേണ്ടെങ്കിൽ തിന്നണ്ട, അത്രേ ഉള്ളൂ. കിട്ടുന്നത് നല്ല സാധനങ്ങളായിരുന്നു. നമ്മുടെ കൊതിയിലുപരി നമ്മുടെ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുത്ത മാതാപിതാക്കളും മുതിർന്നവരും നമുക്കൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് അതൊക്കെ ഒരു അതൃപ്തിയോടെയും ഒരു അനിഷ്ടത്തോടെയും നമ്മൾ നോക്കി കണ്ടുവെങ്കിലും അതിൻ്റെയൊക്കെ ഗുണഫലങ്ങൾ നമുക്കിന്ന് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഈ ഗുണഫലങ്ങളെ പറ്റി ഇപ്പോഴത്തെ ജനറേഷനോട് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നില്ല. അവർ ഫാസ്റ്റ് ജനറേഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ എന്ത് കഴിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു കൊള്ളാം, ഞാൻ എന്ത് ഇടണമെന്ന് ഞാൻ തീരുമാനിച്ചു കൊള്ളാം, എവിടെ പോകണം, എന്ത് ജോലി ചെയ്യണം, എന്ത് കോഴ്സ് പഠിക്കണം, ആർക്കൊപ്പം പോകണം, ഏത് സമയത്ത് പോകണം എന്നൊക്കെ ഞാൻ തീരുമാനിച്ചു കൊള്ളാം, എനിക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് മാതാപിതാക്കളെ ഓവർടേക്ക് ചെയ്യുന്ന രീതിയിൽ അവർ സംസാരിക്കുന്നു. വളരെ അധികം പക്വതയുള്ളതായിട്ട് അവർ ഭാവിക്കുന്നു. അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് അറിവില്ല, ഞങ്ങൾക്കാണ് നിങ്ങളെക്കാളും അറിവുള്ളത്, നിങ്ങളൊക്കെ പഴയ ആളുകളാണ്, നിങ്ങൾക്ക് അത്രയ്ക്കത്രയ്ക്കുള്ള അറിവേ ഉള്ളെന്ന് പറഞ്ഞ് അവരുടെ അനുഭവ സമ്പത്തിനെ ചെറുതായിട്ട് കാണുന്നു. അങ്ങനെ കുട്ടികൾക്ക് മേൽ മാതാപിതാക്കൾക്ക് നിയന്ത്രണം ഒട്ടുമില്ലാതെ വരുന്നു. പണ്ട് മാസത്തിലൊന്നോ വർഷത്തിലൊന്നോ ഒക്കെ സിനിമയ്ക്ക് പോയിക്കൊണ്ടിരുന്ന മനുഷ്യർ, പണ്ട് മാസത്തിലോ വർഷത്തിലോ പുതിയ തുണികൾ എടുത്തുകൊണ്ടിരുന്ന മനുഷ്യർ, ഇപ്പൊ എല്ലാം യഥേഷ്ടം കിട്ടുകയാണ്. ഒരാഗ്രഹം തോന്നുമ്പോൾ ഉടനെ എല്ലാം സാധിക്കാൻ പറ്റുകയാണ്. അത് വളരെ നല്ലൊരു കാര്യമാണ്, അല്ല എന്ന് പറയുകയല്ല. പക്ഷേ അതിലെ കുറച്ച് നെഗറ്റീവുകൾ ഉണ്ടല്ലോ. ആ ഒരു ആശയത്തിലെ നമ്മൾ എന്താഗ്രഹിച്ചാലും ഉടൻ തടസ്സമില്ലാതെ അതെല്ലാം കയ്യിൽ കിട്ടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു തെറ്റായിട്ടുള്ള ഒരു സന്ദേശം നമ്മൾക്ക് തന്നെ കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്. അതായത് എഫേർട്ട് ഇല്ലാതെ എനിക്കെല്ലാം കിട്ടണം, എഫേർട്ട് ഇല്ലാതെ നമുക്ക് എന്ത് കിട്ടിയാലും അതിനൊരിക്കലും മൂല്യം ഉണ്ടാവില്ല. ഒരു കാരണവശാലും നമ്മൾ അധ്വാനിച്ച് ഒരു 100 രൂപ ഉണ്ടാക്കുന്നത് നമ്മൾ സൂക്ഷിച്ചേ ചിലവഴിക്കുകയുള്ളൂ. പക്ഷെ ആരെങ്കിലും നമുക്ക് 100 രൂപ വെറുതെ തന്നാൽ, അല്ലെങ്കിൽ വഴി കിടന്നൊരു 100 രൂപ കിട്ടിയാൽ അതിന് മൂല്യം കൊടുക്കില്ല. ചുമ്മാ അത് കിട്ടിയതല്ലേ എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ ഒരു പ്രയോഗം തന്നെ ഉണ്ട്, ചുമ്മാ കിട്ടിയതല്ലേ പിന്നെ എന്ത് നോക്കാനാ, ഓസിന് കിട്ടിയ ആസിഡും കുടിക്കണമെന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ തന്നെ. പക്ഷെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ കഷ്ടപ്പെട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന പ്രയോജനത്തിന് വളരെ മധുരമായിരിക്കും. അത് നമ്മൾ സൂക്ഷിച്ചേ കൈകാര്യം ചെയ്യുകയുമുള്ളൂ. ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കുട്ടികൾക്ക് കിട്ടുന്നില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ മേക്കപ്പ് പ്രോഡക്ട്സിൻ്റെ ഒക്കെ ഒരുപാട് വലിയ ഉപയോഗം. മേക്കപ്പ് പ്രോഡക്ട്സ് മാത്രമല്ല കേട്ടോ, ഈ ലിപ് ഫില്ലിങ്, മറ്റേ സർജറികൾ, ഇതൊക്കെ നമ്മൾ വായിച്ചും കേട്ടുമുള്ള അറിവുകളെ നമുക്കുള്ളായിരുന്നു. പക്ഷെ ഇപ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ അതിനൊക്കെ ഒരുമ്പിട്ടിറങ്ങുകയാണ്. ഇത് എന്ത് സംഭവിക്കാനാണ്? അവരുടെ അവയവങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവർ മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ വളരെ ചെറിയ പ്രായത്തിലെ അവർ ഇത്രയും പരീക്ഷണങ്ങൾ, ശരീരത്തിൽ ഇത്രയും കെമിക്കലുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് അവർ പ്രായമാകുന്നു. അവരുടെ ഒരു 40കളിലും 50കളിലും ഒക്കെ എത്തുമ്പോൾ സ്കിന്നൊക്കെ വളരെ ഡള്ളാവും, ഇതിനപ്പുറമാകും. രാത്രി 1 മണിയും 2 മണിയൊക്കെ പകല് പോലെയാണ് അവർ കാണുന്നത്. ഫോണിലൊക്കെ നോക്കിയിട്ട് അവർക്ക് ഉറക്കമില്ലാതെ വന്ന് ഉറക്ക ഗുളിക കഴിച്ചാലും ഉറങ്ങാൻ പറ്റുന്നില്ല, ഉറക്ക ഗുളികയുടെ ഡോസ് കൂട്ടി വരേണ്ടി വരുന്നു. പിന്നെ മാനസിക ബുദ്ധിമുട്ടുകൾ, എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ റിലേ പോകുക എന്ന് പറയില്ലേ, എന്ത് ചെയ്യണമെന്നും അറിയില്ല. കാരണം എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഉച്ചയ്ക്ക് 12 മണിയാവും, ദിവസത്തിൻ്റെ പകുതിയും തീർന്നു, നല്ല സമയം അത്രയും. അതിരാവിലെ ഉണരുമ്പോൾ നമ്മുടെ ബ്രെയിൻ്റെ അവസ്ഥ എന്താണ്? അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങളൊന്നും ഇല്ല, അല്ലേ? പ്രകൃതി വളരെ നമുക്ക് അനുകൂലമായിട്ട് പ്രകൃതിയും തലച്ചോറും ഒക്കെ നിൽക്കുന്ന സമയം. ആ സമയത്ത് നമ്മൾ എന്താണോ നമ്മുടെ മസ്തിഷ്കത്തെ ഫീഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മുടെ ആ ദിവസം പ്രൊഡക്റ്റീവ് ആകും എന്നുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അനുഭവപ്പെടുന്നില്ല. ഇപ്പോൾ അനുഭവിക്കാൻ ഒരു സാഹചര്യം അവരായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നില്ല. ഇത്ര രാവിലെ എഴുന്നേറ്റിട്ട് എന്തിനാണ് എന്ന് ചോദിക്കും. രാവിലെ എഴുന്നേറ്റ് ഒരു അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുക, അല്ലെങ്കിൽ വെളുപ്പിന് എഴുന്നേറ്റ് കുത്തിയിരുന്ന് പഠിക്കുക, അതൊന്നും അല്ല വേണ്ടത്. ഇന്നിപ്പോൾ സ്മാർട്ട് വർക്കാണ് വേണ്ടത്, ഹാർഡ് വർക്ക് വേണ്ടെന്ന് പറയും. തീർച്ചയായിട്ടും ഇന്നത്തെ യുഗം സ്മാർട്ട് യുഗമാണ്. സ്മാർട്ട് വർക്ക് തന്നെയാണ് വേണ്ടത്, സ്മാർട്ട് ഫുഡ് തന്നെയാണ് വേണ്ടത്. അതെന്താണ് സ്മാർട്ട് ഫുഡ്, എന്താണ് സ്മാർട്ട് വർക്ക്? വെറുതെ ഇരുന്ന് കണ്ടവരുടെ ചെലവിൽ ജീവിക്കുന്നതാണോ സ്മാർട്ട്നെസ്? അതാണോ? എന്നിട്ട് വിശക്കുമ്പോൾ എന്തിനാ അടുക്കള കിടന്ന് കഷ്ടപ്പെടുന്നത്? വിശക്കുമ്പോൾ എന്തെങ്കിലും ഓൺലൈൻ ഡെലിവറി ചെയ്തെങ്കിൽ കഴിച്ചാൽ പോരെ? എന്തെങ്കിലും ആരെങ്കിലും പറ്റിച്ചിട്ടാണെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും ഒരു താൽക്കാലിക ജോലി ചെയ്താണെങ്കിലും പൈസ ഉണ്ടാക്കിയാൽ പോരെ? എന്നിട്ട് വീട്ടിൽ ഇരുന്ന് ഓർഡർ ചെയ്ത് ഫുഡ് കഴിക്കണം, തോന്നുമ്പോൾ കുളിക്കുക. ഇപ്പം 2-3 ദിവസം കുളിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കാനാ? ഇങ്ങനെയുള്ള ഒറ്റയടിക്ക് കേട്ടാൽ ശരിയാണല്ലോ എന്ന് മറ്റുള്ളവർക്ക് തോന്നിപ്പോകാവുന്ന കാരണങ്ങളും എക്സ്ക്യൂസസും നിരത്തി ജീവിതം, ആയുസ് ഇങ്ങനെ തള്ളിവിട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതിനപ്പുറം മില്ലനിയൽസിനെ നോക്കൂ. ഇപ്പം 30കളിലും 40കളിലും ജീവിക്കുന്ന ആളുകളെ ഒന്ന് ചുറ്റും നോക്കണം. കുട്ടികളോടും കൂടിയാണ് പറയുന്നത്.
നിങ്ങളെക്കാളും എനർജറ്റിക് ആണ്. ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ചിലർ മക്കളുമായിട്ടൊക്കെയുള്ള ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ ചോദിക്കും, സഹോദരങ്ങളാണോ, അനിയത്തിയാണോ, ചേച്ചിയാണോ, ചേട്ടനാണോ, അനിയനാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവർ ആ കാലത്ത് പിന്തുടർന്നു വന്ന ജീവിതചര്യയുടെ ഭാഗമായിട്ടാണ് അവർക്ക് ഇപ്പോഴും യൗവനം നിലനിർത്താനും കാര്യങ്ങൾ ആസ്വദിച്ച് ജീവിക്കാനും സാധിക്കുന്നത്. അല്ലെങ്കിൽ ഒരു വിഷയം വരുമ്പോൾ അതിനോട് കൃത്യമായിട്ടുള്ള ധാരണയോടുകൂടി ഇടപെടാൻ പറ്റുന്നത്, അതിനെ സമീപിക്കാൻ പറ്റുന്നത്. അപ്പം അന്ന് ഒരു 3ാം ക്ലാസ് വരെ പണ്ട് പഠിച്ച ആളുകൾക്കുള്ള വിവരം പോലും ഇന്ന് +2 ഡിഗ്രിയും കഴിഞ്ഞ കുട്ടികൾക്കില്ല. ക്യാമറയും കൊണ്ട് മൈക്കിലെ പൊതുവിജ്ഞാനമൊക്കെ കുട്ടികളോട് നടന്ന് ചോദിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് ആരാണ്, മുഖ്യമന്ത്രി ആരാണ് എന്നറിയാത്ത മനുഷ്യരുണ്ട്. രാഷ്ട്രപിതാവ് ആരാണെന്നൊന്നും കുട്ടികൾക്ക് അറിയുന്നില്ല. പക്ഷെ ഒരുപാട് സർട്ടിഫിക്കറ്റുകളുണ്ട്. അതേസമയം പണ്ട് ഇപ്പോൾ ഒരു 50, 60, 70 വയസ്സുള്ള ഒരാളോട് ചോദിച്ചു നോക്കൂ, ഇപ്പോഴത്തെ വളരെ ബേസിക് ആയിട്ടുള്ള ഇന്ത്യയെ, കേരളത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഒരു മണി പോലെ പറയും. അപ്പം എന്താണ് ആ വ്യത്യാസം? പത്രവായന എത്ര പേർക്കുണ്ട്? വായന എന്തിനാണ്, ഫോൺ ഇരിക്കുകയല്ലേ, അപ്പോഴപ്പോഴായിട്ട് നമ്മൾ വാർത്തകളൊക്കെ അറിയുന്നുണ്ടല്ലോ. നാട്ടിൽ നടക്കുന്ന എന്താണെന്നൊന്നും അറിയണ്ട. വായന എന്ന സംസ്കാരത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് അറിയില്ല. ബുക്കിൽ പേജുകൾ മറിച്ച് അക്ഷരങ്ങൾ വായിച്ച് അതിലൂടെ തലച്ചോറിൽ ആശയം രൂപപ്പെടുത്തി നമ്മൾ ഭാവനയിൽ കാണുമ്പോഴുള്ള സുഖം, നമ്മൾ വായിക്കുന്ന കാര്യങ്ങളെ നമ്മുടെ മസ്തിഷ്കത്തിലിട്ട് ചലിപ്പിക്കുമ്പോൾ നമ്മുടെ ഭാവന, നമ്മുടെ ഇമാജിനേഷനുള്ള കപ്പാസിറ്റി കൂടുന്നത്, ഇതൊക്കെ അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ അതിനോടൊക്കെയുള്ള ഒരു അഡിക്ഷൻ ഉണ്ടാവുകയുള്ളൂ. വായനയോട് അഡിക്ഷനുള്ള ഒരു ജനറേഷൻ ഇപ്പോൾ ഇല്ല. ഓഡിയോ ബുക്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഷോർട്ട് കട്ട്സ് കിട്ടി. എല്ലാം വളരെ ഈസിയായി. ജീവിതം അങ്ങനെ ഈസി ആകുന്നതിനനുസരിച്ച് മനുഷ്യൻ്റെ ആയുസ് പിടിച്ചു നിർത്താനും മനുഷ്യൻ്റെ സമാധാനവും സന്തോഷവും ഒക്കെ പിടിച്ചു നിർത്താനും ഒക്കെ വലിയ ബുദ്ധിമുട്ട് നേരിടുകയാണ്. ഡിപ്രഷനൊക്കെ ഇപ്പോൾ സർവ്വസാധാരണമായി. ഇന്നിപ്പോൾ എന്തുമാത്രം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള മനുഷ്യരാണ് സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം പോലെ, സാധാരണക്കാരായിക്കോട്ടെ ആരും ആയിക്കോട്ടെ. പക്ഷേ ഒരു പ്രശ്നം വന്നാൽ സംസാരിക്കാൻ ആരുമില്ല, സപ്പോർട്ടിന് ആരുമില്ല, ഉടനെ അങ്ങ് ജീവൻ എടുക്കുകയാണ്. പക്ഷെ പണ്ടെങ്ങനെയാണ്? ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ല. വീട്ടിലുള്ള മനുഷ്യർ, അയൽവക്കത്തുള്ള മനുഷ്യർ, നല്ല സുഹൃത്തുക്കൾ, വായനശാലകളിലെ സൗഹൃദങ്ങൾ, എല്ലാവരും തമ്മിൽ കാര്യങ്ങൾ സംസാരിക്കും. ആരിൽ നിന്നെങ്കിലുമൊക്കെ പരിഹാരം കിട്ടും, പിന്തുണ കിട്ടും, അവർ മുന്നോട്ട് ജീവിക്കും. അതുപോലെ തന്നെ മറ്റൊന്നാണ്, നമ്മുടെ പണ്ടത്തെ കാലത്തെയൊക്കെ കാര്യം പറയുമ്പോഴേ പറഞ്ഞ് തീരില്ല. ഈ ഒരു വീട്ടിലേ കാണുള്ളൂ ഒരു ഏരിയയിൽ TV, ദൂരദർശനേ ഉള്ളൂ. ദൂരദർശനിലാകെ ഞായറാഴ്ച 4 മണിക്ക് ഒരു സിനിമയുണ്ട്. ആ സിനിമ കാണാൻ ആ നാട്ടുകാരെല്ലാം കൂടെ ഒരു വീട്ടിൽ കൂടുന്ന ഒരു അനുഭവമുണ്ട്. അതൊക്കെ ആസ്വദിച്ച് അനുഭവിച്ചവർക്ക് അതിൻ്റെയൊക്കെ രസം മനസ്സിലാവുകയുള്ളൂ. ഈ TV കാഴ്ചയോടനുബന്ധിച്ച് മറ്റൊരു കാര്യം സൂചിപ്പിക്കേണ്ടത്, ചില വീടുകളിൽ TV കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ അവർക്ക് അവിടെ കസേര ഉണ്ടെങ്കിലും താഴെ ചെന്നിരിക്കുകയുള്ളൂ ഈ ചെല്ലുന്ന കുട്ടികൾ. ചിലർ TV ചൂടായി, അല്ലെങ്കിൽ കറണ്ട് പോയി, അല്ലെങ്കിൽ ഓഫാക്കി കളയും, ഇടിമിന്നലും വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടികളെ തിരിച്ചയക്കും. അപ്പോൾ ഈ കുട്ടികൾ നേരിടുന്ന ഒരു വേദനയുണ്ട്, ഒരു അവഗണനയുണ്ട്. അപ്പോൾ ഇത്തരം അവഗണനകൾ നിരന്തരം പലയിടത്തു നിന്നും ഏറ്റ് ഈ തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്ന് പറയില്ലേ, അങ്ങനെ വളർന്നു വന്ന കുറേ ആളുകളാണ് ഈ മില്ലേനിയൽസിൽ പെടുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരുവിധം സംഭവങ്ങളെയൊക്കെ അവർ വെറും പുല്ലുപോലെ കാണുകയുള്ളൂ, നിസ്സാരം. ഇതിനപ്പുറമൊക്കെ നമ്മൾ കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ ഒരു അവഗണനയും ഒരു നോയും ഒരു നീരസവും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത ജൻസിയിൽപ്പെട്ട ഭൂരിപക്ഷം കുട്ടികൾക്കും ഒന്നും താങ്ങാൻ കഴിയില്ല. അതിനുള്ള ശേഷി അവർക്കില്ല. അതിനുള്ള അനുഭവ സമ്പത്ത് നിർഭാഗ്യവശാൽ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നില്ല, കിട്ടുന്നില്ല. പുട്ടും പഴവും കഴിക്കണമെങ്കിൽ, ആ ഒരു കൊതി തീർക്കണമെങ്കിൽ അമ്മ തലേ ദിവസം തന്നുവിടുന്ന കഴുകി ഉണക്കിയ പച്ചരി പാത്രത്തിലാക്കി മില്ലിൽ നടന്നുപോയി അത് തിരിച്ചു കൊണ്ട് കൊടുത്ത് ഉരുളിയിലിട്ട് വറക്കുന്ന അരിപ്പൊടിയുടെ മണം ആസ്വദിച്ച് അമ്മ കാണാതെ ഒരു നുള്ളെടുത്ത് വായിലിട്ട് പിറ്റേ ദിവസം അത് പുട്ടായി മുന്നിൽ വരുമ്പോൾ ആസ്വദിച്ച് കഴിച്ചിരുന്ന തലമുറ ഇന്നില്ല. പുട്ടുപൊടി പുട്ടായിട്ട് ഇപ്പോൾ ഓൺലൈനിൽ കിട്ടും. ഇടിയപ്പത്തിന് ഇടിയപ്പപ്പൊടി, അപ്പത്തിന് അപ്പപ്പൊടി. ഈസി. ജീവിതത്തിൽ എന്തെങ്കിലും ആസ്വദിക്കാനുണ്ടോ? എന്നിട്ട് പെട്ടെന്ന് അങ്ങ് മടുക്കുകയാണ്. എല്ലാ മനുഷ്യരും പറയുന്നത് എല്ലാം ഉണ്ട്, ഒരു രസമില്ല ജീവിതത്തിന്, വല്ലാത്തൊരു മടുപ്പ്. ചുറ്റും മനുഷ്യരുണ്ട്, വല്ലാത്ത ഏകാന്തത. എല്ലാ ആഹാരത്തിനും കൈ പൈസ ഉണ്ട്, കഴിക്കാൻ തോന്നുന്നില്ല. എല്ലാ ആഹാരവും ഉണ്ട്, ടേസ്റ്റ് ഇല്ല. AC ഉണ്ട്, നല്ല ബെഡുണ്ട്, 3 നില വീടുണ്ട്, ഉറക്കം കിട്ടുന്നില്ല. എന്താണ്? ബേസിക്കായിട്ട് നമുക്ക് കിട്ടേണ്ട ചില സാധനങ്ങളുണ്ടല്ലോ, അത് കിട്ടിയില്ലെങ്കിൽ വേറെ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല. നമ്മൾ വയറ് നിറയെ എന്തൊക്കെയോ വാരി വലിച്ച് കഴിക്കുകയാണ്. ശരീരത്തിന് ആവശ്യമുള്ള വൈറ്റമിൻസ് ഒന്നും അതിലില്ലെങ്കിൽ അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? കുറേ കഴിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് ആരോഗ്യമില്ല, വേണ്ടത് കഴിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, വളരെ സന്തോഷമുണ്ട് എനിക്ക് ഈ വിഷയം സംസാരിക്കുന്നത്. കാരണം ഈ മില്ലേനിയൽസിൽപ്പെട്ട ഒരാളാണ് ഞാനും. എനിക്ക് 34 വയസ്സായി. പക്ഷേ കഴിഞ്ഞ കാലങ്ങളെ ഓർത്തിരിക്കാൻ തന്നെ നമുക്ക് ഭയങ്കര രസമാണ്. അത്തരം അനുഭവങ്ങളൊക്കെ നമുക്ക് നേടാനായല്ലോ, ആ ഒരു കാലത്ത് ജീവിക്കാനായല്ലോ എന്നുള്ള സന്തോഷം എത്ര പറഞ്ഞാലും മതിയാകില്ല. ഇപ്പോഴത്തെ കുട്ടികളോട് എത്ര പറഞ്ഞാലും അവർക്കത് മനസ്സിലാകില്ല. അവരുടെ തെറ്റാണെന്ന് ഞാൻ പറയുന്നുമില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പഴയ ആളുകൾ, വസന്തം, നിങ്ങൾക്കൊക്കെ എന്തറിയാം, നിങ്ങളൊന്നും ഒട്ടും അപ്ഡേറ്റഡ് അല്ല.
എന്നൊക്കെ പറഞ്ഞ് നിരസിക്കുന്നതിന് പകരം എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അവർ ഈ പ്രായത്തിൽ ഇത്ര എനർജറ്റിക് ആയിട്ടിരിക്കുന്നു, സ്കിന്നൊക്കെ ഇത്ര നന്നായിട്ടിരിക്കുന്നു, അവരെന്തൊക്കെയാണ് ചെയ്തത്, നിങ്ങളിൽ നിന്നുള്ള ടിപ്സ് എന്താണ്, നിങ്ങളുടെ അനുഭവങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് വീട്ടിലുള്ള നാട്ടിലുള്ള ഈ പ്രായത്തിൽപ്പെട്ട ആളുകളോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതിലൊന്നും ഒരു കുറച്ചിലാരും വിചാരിക്കേണ്ട. ആരിൽ നിന്നാണെങ്കിലും നമ്മുടെ ജീവിതത്തിന് നല്ലതായിട്ട് ഉതകുന്ന ഒരു കാര്യം കിട്ടിയാൽ അത് ചോദിച്ച് മനസ്സിലാക്കുന്നതിലും ജീവിതത്തിൽ പകർത്തുന്നതിലും ഒന്നും യാതൊരു ആക്ഷേപവും ആരും വിചാരിക്കേണ്ട. ഈ ഒരു വിഷയമായതുകൊണ്ട് തന്നെ ഇന്നൊന്നും സംസാരിച്ചാൽ അത് തീരില്ല. നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ പറയാൻ കാണും, എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഇത് കാണുന്ന മനുഷ്യരെല്ലാം ഈ മില്ലനിയൽസിൽപ്പെട്ട ഇപ്പം 30കളിലും 40കളിലും ഒക്കെ ജീവിക്കുന്ന ആളുകൾ, പഴയ കാലത്തിന്റെ നന്മകൾ ആവോളം ആസ്വദിച്ച അനുഭവ സമ്പത്തുള്ള മനുഷ്യരുടെ വിലപിടിച്ച കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു.